തേർഡ് റേറ്റ് വർത്താനമൊന്നുമല്ല. ഏതെങ്കിലും ഒരുത്തരം വന്നിട്ട് റോഡിൽ നിന്നിട്ട് ഷോ കാണിച്ചു കഴിഞ്ഞാൽ നീ ആശുപത്രി പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് റേറ്റ് പ്രവൃത്തിയാണെന്ന് പറയാനായിട്ട് സണ്ണി കവിക്കാരൻ എന്താണ് ഉറപ്പില്ലാത്തത്? എന്താണ് നട്ടലുറപ്പില്ലാത്തത്? അങ്ങനെ പറ്റുകാരെന്ന് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ട് മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ടോ? അറിയാവോ? താങ്കൾ പറയണം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് പൊതുനിരത്തിൽ വന്നിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടുന്ന ക്യാൻസർ രോഗിയോട് നീ ഷോ കാണിക്കുന്നുണ്ട് നീ പോകണ്ടെന്ന് പറയുമ്പോൾ ആ കാണിക്കുന്നതാണ് സാറേ തേർഡ് റേറ്റ് പ്രവൃത്തി. നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാടാകും കേട്ടോ. നിങ്ങൾ എന്ത് കാണിക്കണേ? ഇന്ന് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിന്റെ കേസും നമ്മുടെ മൊത്തത്തിലുള്ള കേസാണ് സാറേ. അത് അന്തസ്സും അഭിമാനവും ആരും ചോദ്യം ചെയ്യും. അതിന് നിങ്ങൾ ദളിത് കാർഡ് കൊണ്ടുവന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കരുത്. രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. ആശുപത്രിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്നെങ്കിൽ അത് തെമ്മാടിത്തരമാണ് സാർ. എന്ത് അധികാരത്തിന്റെ പേരിലാണ് ശ്രീ കവിക്കാട്? പൊതുജനങ്ങൾക്ക് അദ്ദേഹം പറയുന്നത് യുക്തിസഹമായിട്ടുള്ള ഒരു വാദമേ. കാരണം നമ്മൾ അങ്ങനെ പോലീസിനെതിരെ ഏതെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഒരു കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലത്തേക്ക് നീതി നടപ്പാക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ഹർത്താൽ നടത്താനിരുന്നാൽ കേരളത്തിൽ എല്ലാ ദിവസവും ഹർത്താലായിരിക്കും. അദ്ദേഹം ഇന്ന് ഒരു ചാനലിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രീ സണ്ണി കവിക്കാട് പറഞ്ഞത് ഇന്നൊരു പ്രത്യേക സാഹചര്യമാണ്, അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്കുള്ള അവകാശം ഒരു അബ്സല്യൂട്ട് റൈറ്റ് ആണെന്ന് കരുതരുതെന്നാണ്. അത് തീരുമാനിക്കാൻ ശ്രീ സണ്ണി കവിക്കാട് ആരാണ്? ഒരു പുല്ലുമല്ല. നിങ്ങളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന് കരുതി ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭരണഘടനാദത്തമായിട്ട് കിട്ടുന്ന സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്ക് ആര് തന്നു? അങ്ങനെ ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണോ തീരുമാനിക്കേണ്ടത്? ഏതെങ്കിലും ഒരു രോഗി അയാളുടെ ഡയാലിസിസിന് പോണോ അയാളുടെ കീമോതെറാപ്പിക്ക് പോണോ എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇതെന്താ വെള്ളരിക്കപ്പെടണ? നിങ്ങൾ 7 ദിവസം മുമ്പ് ഹർത്താൽ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചേട്ടാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കണോ? ഇത് വെള്ളരിക്കപ്പെട്ടണോ ഉഗാണ്ടയൊന്നും അല്ല. ഇതേ കേരളമാണ്. ഇവിടെ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് കോടതി സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത്. ഉത്തമൻ തുടങ്ങി 11 പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. എവിടെയെല്ലാം എത്രത്തോളം മര്യാദകരുണ്ടായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷ എഴുതാനായിട്ട് ആൾക്കാർ ആരെങ്കിലും ഇത്തരത്തിൽ വണ്ടി തടയുന്ന സ്ഥലത്ത് പെട്ടുകിടപ്പുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം അവർ പറഞ്ഞിട്ടുണ്ടാക്കണമായിരുന്നു. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ? എങ്ങനെ ഒരു 10 വണ്ടി കിടക്കുമ്പോൾ 10ാമത് കിടക്കുന്ന വണ്ടിയിലാണ് പരീക്ഷയ്ക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ ഉള്ളതെങ്കിൽ ഇവർ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ വണ്ടിയെ പൊക്കി ഈ ക്യൂവിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമോ? എന്തൊക്കെ അസംബന്ധമാ. അതേപോലെ അദ്ദേഹം മറ്റൊരു ചാനലിൽ പറയുന്നത് കേട്ടു, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന്. സാറേ, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിന് എങ്ങനെ കൊണ്ടുപോകാനാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വണ്ടി ഉള്ളത്? ആ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ മുന്നിൽ കിടന്നിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തുകയും അതിന്റെ മുന്നിൽ കിടന്ന് ശയനപ്രദക്ഷിണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്യും? ഞങ്ങൾ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാർ, ഒരാളെ ആശുപത്രി കൊണ്ടുപോകാൻ എന്താണ് നിന്റെ വണ്ടി ആംബുലൻസ് ആണോ? പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന അനുസരിച്ച് സ്റ്റേറ്റും പോലീസും ഒക്കെ ഇവിടെയുള്ള രോഗികളെയും ഇവിടെയുള്ള വിദ്യാർത്ഥികളെയും എല്ലാം ഇന്ന് കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനമില്ല. അതിനാണ് KSRTC ഉള്ളത്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടിയേക്ക്. ആ സംവിധാനത്തിനെ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയൊക്കെ തടഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണൂര്, പഴയങ്ങാടി, കാൾടെക്സ്, പേരാമ്പ്ര, ഉള്ളിയേരി, എറണാകുളം, കോട്ടയം, തിരുനക്കര, തിരുവല്ല, അടൂര്, തമ്പാനൂര്, ഇവിടെ കണിയാപുരം, നെടുമങ്ങാട് തടയാത്ത സ്ഥലം ഏതാ ഉള്ളത്? നല്ല രസമുള്ള പരിപാടിയാ. നല്ല രസമുണ്ടല്ലേ? നാട്ടുകാരുടെ ജീവിതത്തോലെയാണ്. എല്ലാ സ്ഥലത്തും തടഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളുടെ എന്തോ ഒരു ഔദാര്യം പോലെ കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് പോകാൻ സമ്മതിച്ചത്. ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി. സർക്കാർ ഓഫീസിന്റെ പ്രവർത്തനം തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചല്ലേ? ബാങ്കുകളെ തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചല്ലേ? ഞാൻ വെറുതെ ഒരു തമാശക്ക് തന്നെ ഞാൻ പിടിച്ച് ഇപ്പൊ പോലീസിലെത്തിക്കും. സാർ എന്നോട് പൊറുക്കണം. ഈ ഡ്രൈവിംഗിന്റെ ലേണേഴ്സ് ടെസ്റ്റ് ഉള്ളത് ഡേറ്റ് എടുത്തതിന് ശേഷമാണെന്ന് അറിയാമല്ലോ. ഇന്നത്തേത് അങ്ങോട്ട് മാറ്റി നാളെ വെക്കാനൊക്കത്തില്ലെന്ന് അറിയാമല്ലോ. അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചില്ലേ? ഇത് മനഃപൂർവ്വം നമ്മൾ കുഴക്കാൻ വേണ്ടി ചെയ്തതല്ലേ? സംശയമില്ല. ഒരാഴ്ച മുൻപ് തന്നെ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചതാണ്, നോട്ടീസ് നൽകി. ഒരാഴ്ച മുമ്പാണെന്ന് വെച്ചാൽ ലേണേഴ്സ് ടെസ്റ്റിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ? നല്ല സാമാന്യ വിജ്ഞാനമുള്ളൊരുത്തനാണുള്ളത്. ലേണേഴ്സ് ടെസ്റ്റിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ? വെല്ലൂരിലെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സർവകലാശാല പോലുമല്ല. കേരളത്തിന് പുറത്തുനിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സർവകലാശാലയുടെ ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നിങ്ങൾ അതിനോട് സെൻസിറ്റീവ് ആയിട്ട് നിങ്ങൾ വെറുതെ വായിട്ടടച്ചിട്ട് കാര്യമില്ല. നല്ല ഉപദേശം ആയിരിക്കുന്ന ആളോട് ചെന്ന് പറയാം. എന്താണ് അങ്ങനെയാണ്? രോഗത്തിന് അങ്ങനെയുണ്ടോ? നീയാണല്ലോ കോടതി. അങ്ങനെ പറ്റുകാരെന്ന് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ട് മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ടോ? അറിയാവോ? ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കുന്ന അവസ്ഥയാണ് എനിക്കിപ്പോ. നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാടാകും കേട്ടോ. നിങ്ങൾ എന്ത് കാണിക്കണേ?
ഞാൻ ക്യാൻസർ പേഷ്യന്റ് ഞാൻ തലം കുത്തി നടക്കണല്ലേ പറഞ്ഞ രോഗി രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. എന്റെ ജീവിതത്തിന് വില പറയരുത്. ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഹർത്താലാണ്. നിങ്ങൾ ജനങ്ങൾ സഹകരിച്ചാൽ മതിയോ? ഇവിടെ കിടന്ന് തൊണ്ട കയറിയിട്ട് ഒരു കാര്യമില്ല. മുഖ്യന്റെ മുമ്പിൽ ചെന്ന് വിളിക്കുക. അങ്ങനെ കേൾക്കട്ടെ. രോഗം വന്നത് ചോദിച്ചിട്ടാണോ നോട്ടീസ് അടിച്ചോണ്ട് രോഗം തന്നെ കുറെ കണ്ടീഷൻസ് എനിക്കിവിടെ പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറെ കാരണം വിളിക്കും. എനിക്ക് പോകാൻ പറ്റണ്ട. എന്റെ ശാരീരിക ഞങ്ങളിത് പ്രഖ്യാപിച്ചാൽ അന്ന് തന്നെ പോകണം. ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിയിലെ ഹർത്താൽ 6 മണിക്കല്ലേ? ഞങ്ങളുടെ ഹർത്താൽ പൊളിക്കണമെന്നാണ് നിങ്ങൾക്ക് നിർബന്ധം. വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ ഇത്ര തർക്കിച്ചുകൊണ്ട് വിടില്ല. ആരുമില്ലാത്തവർക്ക് ഭഗവാൻ തുണയുണ്ടാവും ഏതെങ്കിലും ഒരു രൂപത്തിൽ. എന്റെ ദൈവങ്ങൾ എന്നെ കാത്തോളും. അവരേതോ തപ്പ് സെഞ്ചിനാ കടവൾ കൊടുത്തിടും. കണ്ടിപ്പാ കൊടുത്തിടും. ഇന്ന് ദലിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലിനെതിരെ സ്വമേധയാ കേസെടുത്തു ഹൈക്കോടതി. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു. ഇപ്പൊ അവിടെയും കമ്പ്യൂട്ടറാ. ഉടനെ കിട്ടും. വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ ഇത്ര തർക്കിച്ചുകൊണ്ട് വിടില്ല. തിരുവല്ലയിൽ ഹർത്താലിനിടെ ക്യാൻസർ രോഗിയെ തടഞ്ഞ നേതാവ് റിമാൻഡിൽ. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഹർത്താലിൽ നടന്ന അതിക്രമങ്ങളിലാണ് കോടതി ഇടപെടൽ. കടവള് വലിയവനാ. അതോടൊപ്പം തന്നെ ഇവിടെ കോടതി അലക്ഷ്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തവർക്കെതിരെ കോടതി അലക്ഷ്യ നടപടിയിലേക്ക് ഹൈക്കോടതി പോവുകയാണ്. ഇപ്പോഴെങ്ങനെ കിട്ടാനുള്ള കിട്ടിയല്ലോ. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? വായിട്ടലക്കല്ല നിങ്ങൾ കാണിക്കുന്ന മര്യാദയാണ് തുറന്നു കാട്ടുന്നത്. വായിട്ടലപ്പല്ല നിങ്ങൾ കാണിച്ചിരിക്കുന്ന കയ്യൂക്കിന്റെ പ്രകടനം ഇന്നുണ്ടായത്. ആ കയ്യൂക്കിന്റെ പ്രകടനത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവരെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുളയരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല 10 പേടേക്ക് പിടയ്ക്കണം. അത് അന്തസ്സും അഭിമാനവുമുള്ള ആരും ചോദ്യം ചെയ്യും. അതിന് നിങ്ങൾ ദളിത് കാർഡ് കൊണ്ടുവന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കരുത്. ഞാനേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഓഫീസും തുറക്കാത്ത നിരവധി ഹർത്താലുകൾ കേരളം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ആൾക്കാർ മുഴുവൻ തെരുവിൽ ഇറങ്ങി എന്തോ വലിയ കുഴപ്പം കാണിച്ചു എന്നൊക്കെ അതിനെ ഇവിടെ ആൾക്കാർ പുച്ഛിച്ച് തള്ളിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഹർത്താലുകളെ അങ്ങനെയുള്ള ഇവിടെ ഹർത്താലുകൾ നടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇല്ലേ ഹർത്താൽ ആക്രമണം നടന്നിട്ടില്ലേ? അത്തരം ആക്രമണങ്ങളൊന്നും ഇതിനകത്ത് നടന്നില്ലല്ലോ എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? കടുകുമണിയാ കാണാതിരിക്കാൻ. വണ്ടി തടഞ്ഞു. ആര് പറഞ്ഞു? ഒരു വ്യക്തിക്ക് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയാൽ ആ ദിവസം പോകണമെങ്കിൽ നിങ്ങളുടെ ഹർത്താലിന്റെ നേതൃത്വം നൽകുന്ന ആൾക്കാർ തീരുമാനിക്കണമെന്ന് പറയുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അബ്സല്യൂട്ട് റൈറ്റ് ആണോ അല്ലയോ? ഈ പറയുന്നത് എന്റെ വീട്ടിൽ വന്ന് ചോദിക്കണം എന്നൊക്കെ പറയുന്നത് തേർഡ് റേറ്റ് വർത്താനം നിങ്ങൾ പറയരുത്. ഒരു പുണ്യാളൻ. ഒരു പൊളിറ്റിക്കൽ തേർഡ് റേറ്റ് വർത്താനൊന്നുമല്ല. ഏതെങ്കിലും ഒരുത്തർ വന്നിട്ട് റോഡിൽ നിന്നിട്ട് ഷോ കാണിച്ചു കഴിഞ്ഞാൽ നീ ആശുപത്രി പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് റേറ്റ് പ്രവൃത്തിയാണെന്ന് പറയാനായിട്ട് സണ്ണി കവിക്കാരൻ എന്താണ് ഉറപ്പില്ലാത്തത്? എന്താണ് നട്ടലിന് ഉറപ്പില്ലാത്തത്? നട്ടലിന് ഉറപ്പില്ലെങ്കിൽ പെട്ടെന്ന് സ്ഥലം വിട്ടോ. അവർക്ക് താങ്കൾ പറയണം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് പൊതുനിരത്തിൽ വന്നിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടുന്ന ക്യാൻസർ രോഗിയോട് നീ ഷോ കാണിക്കുന്നുണ്ട് നീ പോവണ്ടെന്ന് പറയുമ്പോൾ ആ കാണിക്കുന്നതാണ് സാറേ തേർഡ് റേറ്റ് പ്രവൃത്തി. മൂപ്പർക്ക് വിവരമില്ലാത്തോണ്ടല്ലേ, ക്ഷമിച്ചാളാ. അല്ലാതെ അത് ആ കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തമാണെന്ന് പറയുന്നത് അല്ല തേർഡ് റേറ്റ്. ആ കാണിച്ചിരിക്കുന്ന പ്രവൃത്തിയാണ് തേർഡ് റേറ്റ്. തെമ്മാടിത്ത അതൊക്കെ നിങ്ങളുടെ സംസ്കാരം. ഇത്തരം നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും. ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് പറഞ്ഞത്. ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് തെമ്മാടിത്തരം എന്ന് പറഞ്ഞത്. കന്നൻ തിരുവള്ളി കാണിച്ചിട്ട് നിയമം പറഞ്ഞു. റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് ഒരു രോഗിക്ക് ആശുപത്രിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്നെങ്കിൽ അത് തെമ്മാടിത്തരമാണ് സാർ. ഉത്സവം കാണാൻ തടിച്ചുകൂടിയതല്ല ഇവരാരും തടഞ്ഞു നിർത്തിയതാ. വലിയ അന്തസ്സോടെ ഡയലോഗ് അടിക്കണം. അല്ലാതെ തന്നെ അഭ്യുദയകാംക്ഷി എന്നല്ല പറയുന്നത്. ഒരേ ഒരു കേസാണ് നിങ്ങൾ ഈ പറയുന്നത്. ഒരേ ഒരു കേസ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതമാണ് സാർ, അയാളുടെ കുടുംബത്തിന്. നിതിൻ രാജ് എന്ന് പറയുന്നത് ഒരാളിന്റെ കേസാണോ? നിതിൻ രാജിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാളിന്റെ കേസല്ല, കേരളത്തിന്റെ മൊത്തം കേസാണെന്ന് പറയുന്നത് പോലെ ഇന്ന് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിന്റെ കേസും നമ്മുടെ മൊത്തത്തിലുള്ള കേസാണ് സാറേ. എന്ത് കാണിക്കണ? അല്ല നിങ്ങളുടെ കേസ് മാത്രമല്ല. കാര്യം മനസ്സിലാക്കുക, അവര് ഹോസ്പിറ്റലിൽ പോയല്ലോ ആദ്യം. അവിടെ അവര് പോയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. മാങ്ങാന്ന് പറയുമ്പോ തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നേ. അത് പോലീസുകാർ കൊണ്ടുപോയി കാണാം. നിങ്ങൾ ചെയ്തിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തൊന്നുമല്ല, നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തല്ല. വഴി തടയാനായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അബ്സല്യൂട്ട് റൈറ്റ് അല്ല സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അധികാരത്തിന്റെ പേരിലാണ് ശ്രീ കവിക്കാട്? ആര് പറഞ്ഞിട്ടാണ് സാറേ എല്ലാവരും അടികള്? ആരാടരുത്. താങ്കൾക്ക് അങ്ങനെ ഒരു അധികാരമില്ല ഉണ്ടെന്ന് താങ്കൾ വിചാരിക്കുകയാണ്. ഇന്ന് തെരുവിൽ കണ്ടിരിക്കുന്നതാണ് തേർഡ് റേറ്റ് പ്രവൃത്തി.
എവിടെയാണ്, എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്, എപ്പോഴാണ് പ്രവർത്തിക്കാത്തത് എന്ന കാര്യം അറിയാൻ പാടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇന്നുള്ള ഒരു വിദ്യാർത്ഥിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഒരു വർഷമായി തയ്യാറെടുത്തിരുന്ന അവരുടെ എക്സാമിന്, എൻട്രൻസ് എക്സാമിന് അവസരം നിഷേധിച്ചതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ആ കാര്യത്തിനെ പറ്റി ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നഷ്ടപ്പെട്ട പിള്ളേർക്ക് പോയത് പോയി. എന്റെ എത്രയോ മാസത്തെ ആലോചന, എന്റെ സ്വപ്നം എല്ലാം പോയി. ആ വിഷമം അനുഭവിച്ചാലേ അറിയൂ. എന്റെ ജീവിതമാണ് നീ തട്ടിപ്പറിച്ചെടുത്തത്. പറഞ്ഞു നിതിൻ രാജിന്റെ മരണത്തിൽ നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്ന് ഞങ്ങളെല്ലാം പറയുന്ന ഐക്യദാർഢ്യമുണ്ടല്ലോ, അത് വ്യാജമാണെന്ന് തെളിയുന്നു. ഞങ്ങൾ ഈ ഹർത്താലിനെതിരെ സംസാരിക്കുന്നുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. പിന്നെ ഇനി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം.